നമ്മുടെ ട്രേഡ് ലൈസൻസും ടാക്സ് പോർട്ടലുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്നാൽ മനസ്സിലാക്കുക, വലിയൊരു ബന്ധം തന്നെയുണ്ട്. അതായത് ഇവിടെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഒരാൾ വന്ന് വാങ്ങുകയെന്ന് വിചാരിച്ചോ, ഒരു ഗ്രോസറി ഷോപ്പോ അതുപോലെ തന്നെ വല്ല കഫ്തീരിയോ വാങ്ങുകയാണെങ്കിൽ അവിടെ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും അവർ മാറ്റിയിട്ടുണ്ടാവും. അതായത് ഓണർഷിപ്പ് മാറ്റിയിട്ടുണ്ടാവും, സെയിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, എല്ലാം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം ടാക്സ് പോർട്ടൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഒരു കാര്യം ഓർത്തിരിക്കുക, ഇത് എല്ലാ ചേഞ്ചസും നമ്മുടെ ടാക്സ് പോർട്ടലും അതേ സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ വലിയൊരു ഫൈൻ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, എന്തൊരു ചേഞ്ചസും ഇപ്പോൾ നമ്മുടെ ലീഗൽ എൻറ്റിറ്റിയിൽ മാറ്റം വരിക, ലീഗൽ എൻറ്റിറ്റിയിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സോളർ പ്രൊപ്രൈറ്റർഷിപ്പായ ഒരു കമ്പനി LLCയിലേക്ക് മാറുക, അതുപോലെ LLC ആയ കമ്പനി സിംഗിൾ ഓണർഷിപ്പ് ആവുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അതേ സമയത്ത് തന്നെ നമ്മുടെ ടാക്സ് പോർട്ടലും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇത് മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ അഡ്രസ് ചേഞ്ച് ആവാം, ബിസിനസ് ആക്ടിവിറ്റിയിൽ അമെൻഡ്മെൻറ്റ് വരാം, അതുപോലെ തന്നെ നമ്മുടെ എമിറേറ്റ്സ് ID റിന്യൂവൽ വരാം, ട്രേഡ് ലൈസൻസ് റിന്യൂവൽ വരാം. ഇങ്ങനെയുള്ള എന്തൊരു മാറ്റവും നമ്മുടെ ടാക്സ് പോർട്ടലും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് വലിയൊരു ഫൈൻ തന്നെ കിട്ടുന്നതാണ്. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊരു സംശയങ്ങൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.